ശമ്പളം കൂടുതൽ ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന് കരാർ ജീവനക്കാരോട് പ്രതികാര നടപടി. കൊച്ചിയിൽ ഭവന നിർമ്മാണ ബോർഡിലെ 13 കരാർ ജീവനക്കാരെ പിരിച്ചുവിടും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ പിരിച്ചുവിടാനാണ് തീരുമാനം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം തത്സമയം. ലേബി, പരാതി കൊടുത്താൽ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത് നടപ്പാക്കുകയാണോ അവിടെ? സുജയ, 13 കരാർ തൊഴിലാളികളാണ്. ക്ലീനിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ, സെക്യൂരിറ്റി സ്റ്റാഫ് ഉൾപ്പെടെ 13 കരാർ തൊഴിലാളികളാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട സമയത്ത് നവകേരള സദസ്സിൽ എത്തി ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ചത്. ശമ്പള വർധനവ് എന്ന് പറയുമ്പോൾ 300 രൂപയാണ് ഒരു ദിവസം ഇവരുടെ വേതനം. അതിൽ ഒരു 100 രൂപ കൂടുതൽ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇവർ അന്ന് നവകേരള സദസ്സിലെത്തി ഇത്തരമൊരു അപേക്ഷ സമർപ്പിച്ചത്. ഇതേ തുടർന്നാണ് തിരിച്ചൊരു മറുപടി ഇവർക്ക് ലഭിക്കുന്നു. ശമ്പള വർധനവിന്റെ ആവശ്യമില്ല, ഇവരെ തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടിയാണ് ലഭിച്ചത്. അതേ തുടർന്ന് ഇവർക്ക് കരാർ പുതുക്കാൻ കഴിഞ്ഞ മാസം 22-നായിരുന്നു ഇവരുടെ കരാർ പുതുക്കേണ്ട തീയതി. അന്ന് കരാർ പുതുക്കിയില്ല. മാത്രമല്ല, പകരം 700ഓളം പേരെ പുതുതായി ഇന്റർവ്യൂവിന് വിളിക്കുന്നു. അതിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്യുന്നു. ബാക്കി നടപടിക്രമങ്ങളുമായി ഭവന നിർമ്മാണ ബോർഡ് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്താണ് ഇത്തരത്തിൽ AITUC തന്നെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നിലവിലുള്ള ഈ 13 കരാർ തൊഴിലാളികളുടെ കരാർ തീയതി പുതുക്കിയിട്ടില്ല. കരാർ പുതുക്കേണ്ട തീയതി 22-നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി. അത് പുതുക്കിയിട്ടില്ല. പക്ഷേ അവർ പിരിഞ്ഞു പോകാതെ അവിടെ യൂണിഫോമിൽ തന്നെ നിന്ന് ജോലി തുടർന്ന് ചെയ്യുകയാണ്. അവർക്ക് വേതനം കൊടുക്കുന്നില്ല ഈ ദിവസങ്ങളിൽ. എന്നിട്ടും ഒരു പ്രതിഷേധ സൂചകമായി അവർ ആ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതുതായി വരുന്ന ആളുകളെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് AITUC സമരത്തിനും ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഏതായാലും ഇത്തരത്തിൽ നവകേരള സദസ്സിൽ നേരിയ ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയതിന്റെ പേരിൽ ഇത്തരത്തിൽ പ്രതികാര നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് തൊഴിലാളികളുടെ ആരോപണം. ഇതേ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധ സൂചകമായി അരമണിക്കൂർ ഒരു സമരം നടത്തിയിരുന്നു. ഇന്നു മുതൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് AITUCയുടെ തീരുമാനം. സുജയ. ലേബി സജീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേർന്ന്.